നമസ്കാരം. അമേരിക്ക ചൈന വ്യാപാര യുദ്ധം ലോകത്തിൻ്റെ വ്യാപാര ഭൂപടത്തെ മാത്രമല്ല സന്തുലിതാവസ്ഥയെ തന്നെ ആകെ അട്ടിമറിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ കുറച്ചുകൂടി ഒരു ആഴതലങ്ങളിലേക്ക് ഈ ഉപരിപ്ലവമായി ചൈന അമേരിക്ക വ്യാപാര യുദ്ധമെന്ന് പറയുന്നതിനേക്കാൾ എന്താണ് യഥാർത്ഥത്തിൽ ലോകത്തിന് ഭയപ്പെടാനുള്ളത്, അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ ചൈന അമേരിക്ക പോരാട്ടത്തിൽ നിന്ന് നേട്ടം കൊയ്യാൻ ആർക്ക് സാധിക്കും? ആ ഒരു ചിന്തയാണ് ഈ ഒരു സംസാരത്തിൻ്റെ ഇതിവൃത്തം. നോക്കൂ, അമേരിക്ക പറയുന്നത് ഈ വലിയ ടാരിഫൊക്കെ അടിച്ചേൽപ്പിക്കുമ്പോൾ അമേരിക്ക പറയുന്നത് ഞങ്ങൾക്ക് നെറ്റ് $1 ട്രില്യൺ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട്. അത് 1 ട്രില്യൺ, വലിയൊരു ഭീമമായ തുകയാണ്. ട്രേഡ് ഡെഫിസിറ്റാണ്. അമേരിക്ക 29 ട്രില്യൺ ഇക്കോണമിയാണ്. അത് 1 ട്രില്യൻ്റെ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട് എല്ലാ രാജ്യങ്ങളുമായി ചേർന്ന്. അതിലേറ്റവും കൂടുതൽ ട്രേഡ് ഡെഫിസിറ്റ് അല്ലെങ്കിൽ വ്യാപാര കമ്മി ഉള്ളത് ചൈനയുമായുള്ള വ്യാപാരത്തിലാണ്. അത് $295 ബില്യൺ വ്യാപാര കമ്മിയാണ് അമേരിക്കയ്ക്ക് ചൈനയുമായിട്ടുള്ളത്. അപ്പം ട്രംപിൻ്റെ മനസ്സിലിരിക്കുന്നത് മുഴുവൻ എങ്ങനെയാണ് ഈ വ്യാപാര കമ്മി മുഴുവൻ നികത്തിക്കൊണ്ടുവന്ന് ഇന്ത്യയുമായുള്ള ഏതാണ്ട് $46 ബില്യൺ വ്യാപാര കമ്മി, ചൈനയുമായുള്ള $295 ബില്യൺ വ്യാപാര കമ്മി, യൂറോപ്യൻ കമ്മ്യൂണിറ്റിയുമായിട്ട് വലിയ തോതിൽ $190 ബില്യൺ വ്യാപാര കമ്മിയുണ്ട്. ഈ വ്യാപാര കമ്മികളെല്ലാം കൂടി ഒറ്റയടിക്ക് നികത്താനുള്ള ഒരു മാജിക് ഫോർമുല ട്രംപിൻ്റെ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞ് വന്നതാണ് ഈ പറയുന്ന റെസിപ്രോക്കൽ ടാരിഫ്. അതിനൊരു അടിസ്ഥാനവുമില്ല. ബേസിക്കലി ഇറക്കുമതിയും കയറ്റുമതിയുടെയും തോതുമായി ബന്ധപ്പെട്ടല്ല അത് വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ വ്യാപാര നഷ്ടം അല്ലെങ്കിൽ വ്യാപാര കമ്മി അതുമായി ബന്ധപ്പെട്ട ഒരു കാൽക്കുലേഷനാണ്. ഉദാഹരണത്തിന് ചൈന ഈ അമേരിക്ക തമ്മിലുള്ള വ്യാപാര കമ്മി $295 ബില്യൺ ആണെന്ന് പറഞ്ഞല്ലോ. ആ തുകയെ ചൈനയുടെ അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ട് കൊണ്ട് ഹരിക്കുക. അത് ഏതാണ്ട് $480 പരം ബില്യൺ വരും. അപ്പോൾ ആ കിട്ടുന്ന തുക, ആ തുകയെ 100 കൊണ്ട് ഗുണിക്കുക. അങ്ങനെ വരുന്ന തുകയാണ് ടാരിഫ്. അതിൻ്റെ പകുതി ചുമത്തുക. അങ്ങനെ വരുമ്പോൾ ചൈനയ്ക്ക് അമേരിക്ക കൽപ്പിച്ചു കൊടുത്തത് 34% ടാരിഫാണ്. അതോടൊപ്പം തന്നെ ആദ്യം തന്നെ ചൈനയ്ക്കെതിരെ പ്രഖ്യാപിച്ച ഒരു 20% ടാരിഫുണ്ട്. അതെല്ലാം കൂടി ചേരുമ്പോൾ നിലവിൽ 54% ടാരിഫാണ്. അതായത് ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലെത്തുമ്പോൾ അവിടെ 54% ഇറക്കുമതി ചുങ്കം അമേരിക്കൻ ഗവൺമെൻറ് ചുമത്തുന്നു. അപ്പോൾ ഇറക്കുമതിക്കാർ അത്രയും പണം കൂടുതൽ കൊടുത്തെങ്കിലേ പറ്റൂ. അതിന് പുറമെയാണ് ഇപ്പോൾ ഇതാ ട്രംപിൻ്റെ യുദ്ധം മുറുകിയിരിക്കുകയാണ്. ചൈന പ്രതികരിച്ചു. സ്വാഭാവികമായി ചൈന പ്രതികരിച്ചു. ചൈന പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് 34%, അതോടൊപ്പം 20%. പക്ഷേ ചൈന പറയുന്നു, ഞങ്ങൾക്ക് 34% അമേരിക്കൻ ഗുഡ്സിനെതിരെ, അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ ഞങ്ങളും തത്തുല്യമായ ടാരിഫ് പ്രഖ്യാപിക്കുന്നു. അത് ചൈന ന്യായമായി ചെയ്യുന്ന കാര്യമാണ്. കാരണം അത് ചെയ്യാനുള്ള അർഹത ചൈനയ്ക്കുണ്ടല്ലോ. അപ്പോൾ അത് ചെയ്യുന്നു. അത് ട്രംപിനെ വല്ലാതെ പ്രകോപിപ്പിച്ചു. എന്നാൽ ഇതാ പിടിച്ചോ, മറ്റൊരു 50% കൂടി. അപ്പോൾ ഈ 54%-നോടൊപ്പം 50% കൂടെ ചേർക്കുകയാണെങ്കിൽ 104% അതായത് ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യപ്പെടുമ്പോൾ ഇരട്ടിയിലധികം വിലയാകും മാർക്കറ്റിൽ. അല്ലെങ്കിൽ 104% ടാരിഫ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉൽപ്പന്നത്തിൻ്റെ വിലയേക്കാൾ കൂടുതൽ ടാരിഫ് വരികയാണ്. അതായത് കസ്റ്റംസ് ഡ്യൂട്ടി, ഇറക്കുമതി തീരുവ വരികയാണ്. ഇതൊരിക്കലും സസ്റ്റൈനബിൾ അല്ല. അതുപോലെ വിയറ്റ്നാമിനെതിരെ 47%, കംബോഡിയക്കെതിരെ 49%. അപ്പോൾ ദക്ഷിണ രാജ്യങ്ങളെ ഭയങ്കരമായി സമ്മർദ്ദപ്പെടുത്തുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ ഉൾപ്പെടുന്നു. യൂറോപ്പിന് കാര്യമായ നികുതി ഇല്ലായിരുന്നു. ഇപ്പോൾ 20% യൂറോപ്യൻ യൂണിയൻ നികുതിയാണ്. ബ്രിട്ടനെ മാത്രമേ സ്പെയർ ചെയ്തിട്ടുള്ളൂ 10%. ഈ ഒരു വ്യാപാര യുദ്ധം, അപ്പോൾ ചൈന അമേരിക്ക വ്യാപാര യുദ്ധം ഇത് സാങ്കല്പികമല്ല, റിയലാണ്. 9-ാം തീയതി നിലവിൽ വരികയാണ്. ഏപ്രിൽ 9-ാം തീയതി ഉടനെ തന്നെ അത് നിലവിൽ വരികയാണ്. അതിനർത്ഥമെന്ന് പറഞ്ഞാൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് അതിനർത്ഥം. വ്യാപാര യുദ്ധം പൂർണ്ണ തോതിൽ തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് അർത്ഥം. ഒന്നുകിൽ ചൈന അമേരിക്കയ്ക്ക് വഴങ്ങണം, അല്ലെങ്കിൽ ട്രംപ് ഒരു 90 ദിവസത്തേക്ക്
ഈ കാര്യങ്ങൾ മരവിപ്പിച്ചിരിക്കുന്നു. കാനഡയ്ക്കെതിരെ ചുമത്തിയത് ആദ്യം 1 മാസം മരവിപ്പിച്ചു, പിന്നീട് മറ്റൊരു മാസം കൂടെ മരവിപ്പിച്ചു, ഇപ്പോൾ അത് നിലവിൽ വരുന്നു. മെക്സിക്കോയ്ക്കെതിരെയും അങ്ങനെയാണ്. അല്ലെങ്കിൽ സെക്ടർ സ്പെസിഫിക് ആയിട്ട് മാറ്റണം. ഇതൊന്നും ചെയ്യാതെ അപ്പോൾ ഇങ്ങനൊരു സംസാരമുണ്ടായി. കഴിഞ്ഞ ദിവസം വലിയ ഒരു സംസാരമുണ്ടായി. ട്രംപ് ഇതാ 90 ദിവസത്തേക്ക് തൻ്റെ വ്യാപാര യുദ്ധം അവസാനിപ്പിക്കുന്നു, അല്ലെങ്കിൽ അത് മാറ്റിവെക്കുന്നു. 90 ദിവസത്തിന് കഴിഞ്ഞ് നമുക്കെല്ലാം തുടങ്ങാം, അതുവരെ മൊറട്ടോറിയം. പക്ഷെ അത് അൽപായുസായിരുന്നു. ആ വാർത്തകൾ അൽപായുസായിരുന്നു. ട്രംപ് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ, ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അതിന് സ്ഥിരീകരണം കൊടുത്തു. അല്ല, അങ്ങനെ 90 ദിവസത്തിൻ്റെ ഒരു കണക്കില്ല. വ്യാപാര യുദ്ധത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു അമേരിക്ക. കൊണ്ട് ഒരു റിപ്രീവും പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഓഹരി വിപണികൾ ബ്ലാക്ക് മൺഡേ, ഒരുപക്ഷെ ചരിത്ര താളുകളിൽ എഴുതപ്പെടാൻ പോകുന്ന, കറുത്ത ലിപികളിൽ എഴുതപ്പെടാൻ പോകുന്ന കറുത്ത തിങ്കളാഴ്ചയായിരുന്നു. ലോകവ്യാപകമായ ഓഹരി വിപണികളിൽ ബ്ലഡ് ബാത്ത് സംഭവിച്ചിരിക്കുന്നു, രക്തം ചിന്തിയിരിക്കുന്നു. കാരണം വലിയ തോതിലാണ് ബ്ലീഡിങ് സംഭവിച്ചിരിക്കുന്നത്. ജപ്പാന്റെ നിക്കൈ ഇൻഡെക്സ് 9% തകരുകയാണ്. ചൈനയുടെ ഹാങ്സെൻ ഇൻഡെക്സ് 7% തകരുകയാണ്. ഹോങ്കോങ് ഇൻഡെക്സ് 9% ഒരു ദിവസം കൊണ്ടാണ് ഇത്രയും തകരുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഓഹരി വിപണി അത്രയധികം. അതുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട 2 ഓഹരി സൂചികകളായ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെൻസിറ്റീവ് ഇൻഡെക്സ് ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 3900 പോയിന്റുകൾ താണു. എന്നിട്ട് പിന്നെ തിരിച്ചു കയറി അത് 2200 പോയിന്റുകളുടെ നഷ്ടത്തിൽ, അതും 2.5% നഷ്ടമാണ്. അതുപോലെ NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സ് അത് 3% നഷ്ടത്തിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത്. അതിനർത്ഥം എന്താണ്? ലോകം വളരെ ആശങ്കയോടെ, ഗൗരവത്തോടെ, പാനിക് സിറ്റുവേഷനോട് കൂടി തന്നെയാണ് അമേരിക്കൻ തീരുവ യുദ്ധത്തെ നോക്കിക്കാണുന്നത്. കാരണം ഇവിടെ ചൈനയും അമേരിക്കയും തമ്മിലുള്ള മൊത്തം ട്രേഡ് നോക്കുമ്പോൾ അത് ഏതാണ്ട് 1 ട്രില്യനോളം വരും. ഇറക്കുമതി കയറ്റുമതി എല്ലാം കൂടെ ചേർത്ത് നോക്കുമ്പോൾ. അത് മാത്രമല്ല, ഗുഡ്സ് മാത്രമല്ല, സർവീസസിൻ്റെ കയറ്റുമതിയുണ്ട്. ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നാണ് പറയുക. മാനുഫാക്ചർഡ് ഗുഡ്സ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് അല്ല, ഗുഡ്സ് ആണ്. ഈ ഗുഡ്സിൻ്റെ കയറ്റുമതി ഇറക്കുമതി നോക്കുമ്പോൾ അമേരിക്കയ്ക്ക് വ്യാപാര കമ്മിയാണ്. പക്ഷേ സർവീസസ്, അപ്പോൾ ടെക്നോ സെൻട്രിക് പ്രോഡക്ട്സിൻ്റെ കയറ്റുമതിയുണ്ട്. അതിന് കാര്യമായ നികുതി ഉണ്ടാകുന്നില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട്. അവിടെ അമേരിക്കയ്ക്കാണ് ഏതാണ്ട് $33 ബില്യൺ വ്യാപാര മിച്ചമുണ്ട്. പക്ഷേ മറ്റേ ഹ്യൂജ് $295 ബില്യൺ വ്യാപാര കമ്മി നികത്താൻ ഈ 30 ബില്യൺ പോരാത്തത് കൊണ്ട് യഥാർത്ഥത്തിൽ ആകമാന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ കയറ്റുമതി ഇറക്കുമതി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് 1 ട്രില്യനാണ്. അത് ഭീമമായ ഒരു തുകയാണ്. ആഗോള ട്രേഡിൻ്റെ ഒരു നല്ല ശതമാനം വരും അമേരിക്ക ചൈന വ്യാപാരം. അതേപോലെ തന്നെ വരും, ഏതാണ്ട് തത്തുല്യമായ ഫിഗറിൽ വരും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും, 27 അംഗ യൂറോപ്യൻ യൂണിയൻ സമൂഹവുമായുള്ള ആ ഒരു ബന്ധവും അതുപോലെ തന്നെ വഷളായിരിക്കുന്നു. ഇവിടെയാണ് ഭാരതത്തിന് എന്താണ് സാധ്യത എന്ന് കാണേണ്ടത്. കാരണം നമ്മൾ നോക്കുമ്പോൾ 27% എങ്ങനെയാണ് ഭാരതത്തെ പോലെ ഒരു സുഹൃത്ത് രാജ്യം, വിതിൻ ഗോഡ്സ് സുഹൃത്ത് രാജ്യത്തിന് നേരെ തീരുവ അടിച്ചേൽപ്പിക്കുക. ട്രംപിൻ്റെതായ കണക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കണക്കുണ്ടല്ലോ. ആ കണക്കനുസരിച്ചാണ് ഇന്ത്യയോട് ചെയ്തത്. ഇന്ത്യ ടഫ് നെഗോഷിയേറ്ററാണ്, ടഫ് ബാർഗെയിനറാണ്. മോദി സുഹൃത്താണെങ്കിലും ഇന്ത്യയുമായി കച്ചവടം നടത്താൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഞങ്ങൾ ഒരു ഫ്രണ്ട്ഷിപ്പ് വെച്ചുകൊണ്ട് 26%, ആദ്യം 26, പിന്നീട് 27 എന്ന് റീകാൽക്കുലേറ്റഡ് ഫിഗേഴ്സാണ്. അത് നിലവിൽ വരാൻ പോവുകയാണ്. ഉടനെ നിലവിൽ വരികയാണ്. ഇന്ത്യക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? എനിക്ക് തോന്നുന്നത് ഈ തന്ത്രപരമായി കരുക്കൾ നീക്കി കളിക്കുന്ന ഭാരതത്തിൻ്റെ ഭരണകൂടത്തെ കാണുന്നു. എന്താണ് ഈ തന്ത്രപരമായി കരുക്കൾ നീക്കുക എന്ന് പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് വളരെ വലിയ മാനസിക ആഘാതമേറ്റിരിക്കുന്നു. സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ ആഘാതമുണ്ടാകും. ഇപ്പം ഇന്ത്യയുടെ പക്ഷേ ഒരു നല്ലൊരു കാര്യമെന്ന് പറയുന്നത്, ഇന്ത്യക്ക് കയറ്റുമതി അധിഷ്ഠിതം മാത്രമല്ല ഇന്ത്യയുടെ വ്യവസായങ്ങൾ. കയറ്റുമതി അധിഷ്ഠിതമല്ലാത്ത ആഭ്യന്തര വിപണിക്ക് വേണ്ടിയുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾ അമേരിക്കൻ വിപണിയെ മാത്രം, അമേരിക്കൻ കയറ്റുമതിയെ മാത്രം ആശ്രയിച്ചല്ല ഭാരതം ജീവിക്കുന്നത് എന്നത് നമുക്ക് നിസ്സംശയം പറയാം. പക്ഷേ നമ്മുടെ GDPയിൽ കാര്യമായ ഇടിവുണ്ടാകാൻ ഈ ഒരു കയറ്റുമതി തീരുവ യുദ്ധം കാരണമായേക്കാം. അതുകൊണ്ട് ഒരു നെഗോഷിയേറ്റഡ് സെറ്റിൽമെൻറ്റിലേക്ക് നീങ്ങാൻ ഇന്ത്യ ശ്രമിക്കുകയാണ്. അതൊരു
ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസത്തിനുള്ളിൽ ഈ വർഷം തന്നെ അത് നടക്കുമെന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ തീരുവ യുദ്ധത്തിൻ്റെ ആഘാതം കുറച്ചുകൊണ്ടുവരാം. കുറച്ചുകൂടി ന്യായമായ തീരുവകളിലേക്ക് ഭാരതവും അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന കാര്യങ്ങൾക്ക് നികുതി കാര്യമായി കുറയ്ക്കേണ്ടി വരും. നല്ല രീതിയിലുള്ള നെഗോസിയേഷൻസ് നടക്കുന്നു. കഴിഞ്ഞ ദിവസം ജയശങ്കർ, വിദേശകാര്യമന്ത്രി ജയശങ്കറും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും, അതാണല്ലോ അവിടുത്തെ വിദേശകാര്യമന്ത്രി, തമ്മിൽ നടന്ന ചർച്ചകളിൽ ചില ധാരണകൾ ഉണ്ടായതായി മനസ്സിലാക്കുന്നു. അത് വെളിയിൽ വിട്ടിട്ടില്ല. പക്ഷെ അതുകൊണ്ട് തൽക്കാലം ഭാരതത്തിനും മോദി സർക്കാരിനും മുഖം നഷ്ടപ്പെട്ടു എന്നത് കൃത്യമായി നമുക്ക് പറയാം. പക്ഷേ സ്വല്പം ലൈങ് ലോ, ഇപ്പോൾ സ്വല്പം അടങ്ങിയിരിക്കുന്നത് ഒരുപക്ഷെ ഭാവിയിൽ പ്രയോജനം ചെയ്യും. ആ പ്രയോജനമെന്ന് പറയുന്നത്, ഇന്ത്യ കാണുന്ന പ്രയോജനമെന്ന് പറയുന്നത് ഇന്ത്യയുടെ കയറ്റുമതിയുടെ നല്ല പങ്ക് അമേരിക്കയിലേക്ക് പോകുന്നതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് 3-4 രാജ്യങ്ങളാണ് ഏഷ്യയിലെ. ഒന്ന് ചൈന തന്നെയാണ്. അപ്പം ചൈനയുടെ കയറ്റുമതിയും ഇന്ത്യയുടെ കയറ്റുമതിയും തമ്മിൽ അജഗജാന്തരമുണ്ട്. ഇന്ത്യയെക്കാളും വളരെ കൂടുതൽ കാര്യങ്ങൾ ചൈന അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. പക്ഷേ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ പല കാര്യങ്ങളുടെയും പ്രൊഡക്ഷൻ ഹബ്ബായിട്ട് മാറാൻ ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്ക ഒഴിവാക്കുമ്പോൾ 104% ടാരിഫിൽ ഏതായാലും ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ ചൂടൊപ്പം പോലെ വിറ്റഴിയില്ല എന്നത് നിസ്സംശയം പറയാം. അങ്ങനെയെങ്കിൽ വളരെ വലിയ വിപണിയാണ് ഇന്ത്യക്ക് തുറന്നു കിട്ടുന്നത്. ചൈനീസ് പ്രോഡക്റ്റ്സ് പിന്മാറുമ്പോൾ ഇന്ത്യൻ പ്രോഡക്റ്റ്സ് അമേരിക്കൻ വിപണിയിൽ വലിയ തോതിലെത്തും എന്ന ഒരു പ്രതീക്ഷ. 2, വിയറ്റ്നാമിന് 47%. വിയറ്റ്നാം ഒരു കോമ്പറ്റീറ്ററാണ് തുണിത്തരങ്ങളുടെ കാര്യത്തിലും മത്സ്യ സംസ്കരണ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലും പല കാര്യം. ഇലക്ട്രോണിക് ഗുഡ്സിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ വിയറ്റ്നാം ഒരു കോമ്പറ്റീറ്ററാണ്. ഈ ഷൂ പ്രൊഡ്യൂസിങ്, ഇങ്ങനെ പല കാര്യങ്ങൾ. അപ്പോൾ അവിടെയും വലിയ നികുതി ആയതുകൊണ്ട് ഇന്ത്യക്ക് ഒരു ചെറിയ ആശ്വാസമുണ്ട്. അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനും ബംഗ്ലാദേശിനും ഇന്ത്യയെക്കാളും കൂടുതൽ തീരുവയുണ്ട്. അപ്പോൾ സൗത്ത് ഏഷ്യയിൽ, പ്രത്യേകിച്ച് സൗത്ത് ഈസ്റ്റ് ഏഷ്യ, അവിടുത്തെ കോമ്പറ്റീറ്റേഴ്സ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് കൊണ്ട് ഒരു രജത രേഖ അവിടെ വരികയാണ്. അതുമാത്രമല്ല, ഇന്ത്യയിൽ നിന്നുള്ള വലിയ എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഷ്രിംപ് എക്സ്പോർട്ടാണ്. നമുക്ക് കൊഞ്ചിൻ്റെ കയറ്റുമതി കേരളത്തിലല്ല കാര്യമായി ഉൽപ്പാദിപ്പിക്കുന്ന ഈ കൊഞ്ച് പാടങ്ങൾ, അല്ലേ, അക്വാ കൾച്ചർ ചെയ്യുന്ന ഈ പാടങ്ങളാണ്, മീൻ ഉൽപ്പാദന പാടങ്ങൾ. അപ്പോൾ ഈ പാടങ്ങളിൽ കൃഷി ചെയ്യുന്ന കൊഞ്ചാണ്, അല്ലെങ്കിൽ ഷ്രിംപ് ആൻഡ് ചെമ്മീനാണ് കയറ്റുമതി ചെയ്യുന്നത്. ആ കയറ്റുമതി, കാരണം ആകെ മത്സ്യ കയറ്റുമതിയുടെ ഏതാണ്ട് 60-70% ഈ ഉൽപ്പന്നത്തിൻ്റെ മാത്രമാണ്. അപ്പോൾ ഷെൽഡ് ഫിഷ് അതിൻ്റെ ഉൽപ്പന്നങ്ങളുടെ മാത്രമാണ്. അപ്പോൾ അത് ഏതാണ്ട് പൂർണ്ണമായി തകരുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ 2000-ഓളം കപ്പലുകളാണ് ഇന്ത്യയിൽ നിന്നും ഇപ്പോൾ ഈ ചെമ്മീൻ വഹിച്ചുകൊണ്ട്, കൊഞ്ച് വഹിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. നമ്മൾ കുറേ കപ്പലുകൾ കിഴക്കോട്ടാണ് നീങ്ങുന്നത്. അത് തായ്ലൻഡിലും ഇന്തോനേഷ്യയിലും വിയറ്റ്നാമിലും ഒക്കെയുള്ള സംസ്കരണശാലകൾ, മൂല്യവർദ്ധിത ശാലകൾ, മൂല്യവർദ്ധന വരുത്തണം. ഈ കൊഞ്ചിനെ മൂല്യവർദ്ധന വരുത്തി റെഡിയാക്കി എന്നിട്ടാണ് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു വലിയ ആശയക്കുഴപ്പം നമ്മൾ കാണുന്നു. അതുകൊണ്ട് ഈ ഗുഡ്സ് അവിടെ എത്തിയാൽ സ്വീകരിക്കപ്പെടുമോ, എന്തായിരിക്കും നികുതി? ഇപ്പോൾ ഒരു കൂട്ടർ പറയുന്നു, ഇപ്പോൾ കയറ്റിവിടുന്ന സ്ഥിതിക്ക് 10% ടാരിഫ് തന്നെ കയറ്റിവിടുന്ന, ഈ യുദ്ധം നിലവിൽ വരുന്നതിന് മുൻപുള്ള ദിവസം സംസ്കരിച്ച് കയറ്റിവിടുന്നതിന് ഈ പഴയ ടാരിഫ് തന്നെ ഉണ്ടാവൂ എന്നൊരു കൂട്ടർ പറയുമ്പോൾ, അങ്ങനെയല്ല, പുതിയ ടാരിഫ് വന്നു കഴിഞ്ഞാൽ വലിയ ബ്ലഡ് ബാത്താണ് അവിടെയും നടക്കുക. ആന്ധ്രാപ്രദേശിൽ ഉൾപ്പെടെയുള്ള വലിയ തോതിലുള്ള ചെമ്മീൻ പാടങ്ങൾക്ക് വലിയ ഭീഷണിയാണ്. ഏതാണ്ട് $4 ബില്യൺ സീ ഫുഡ് ആൻഡ് അതർ മീറ്റ് പ്രോഡക്ട്സ് അതിൻ്റെ കയറ്റുമതിയുണ്ട്. അതിനെ ബാധിക്കും. അങ്ങനെ സമസ്ത മേഖലകളെയും ബാധിക്കാൻ കഴിയുന്നതും, എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പിൻവാങ്ങുകയാണെങ്കിൽ, വ്യാപാര യുദ്ധം മൂത്ത് പിൻവാങ്ങുകയാണെങ്കിൽ, ആ സ്പേസിലേക്ക് ഇറങ്ങി നിൽക്കാൻ ഭാരതത്തിന് കഴിയും എന്ന ഒരു വിദൂര പ്രതീക്ഷയുണ്ട്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിലെ നഷ്ടം ഉടനെ എങ്ങും നികത്താൻ കഴിയുമെന്ന പ്രതീക്ഷ ഉടനടിയില്ല. വലിയ തോതിലുള്ള ഇൻവെസ്റ്റേഴ്സാണ്, അല്ലേ, ഏതാണ്ട് 30 കോടിയോളം നിക്ഷേപകരുടെ, മിക്കതും ചെറുകിട നിക്ഷേപകരാണ്. അവരൊക്കെ സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് ഓഹരികളിലാണ് അവരുടെ നിക്ഷേപം. ഈ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സൊക്കെ, ഇപ്പോൾ സെൻസെക്സൊക്കെ വലിയ വെയിറ്റേജുള്ള ബിഗ് ക്യാപ്പ് കമ്പനികളാണ്, ലാർജ് ക്യാപ്പ് കമ്പനികളാണ്. അതാണ് ഇൻഡെക്സ് വെയിറ്റേജ്. പക്ഷേ ചെറിയ കമ്പനികൾ, അതിലൊക്കെ ചെറിയ തോതിൽ ഓഹരി വിപണിയിൽ പണം മുടക്കിയിട്ടുള്ള, മ്യൂച്വൽ ഫണ്ടുകളിൽ പണം മുടക്കിയിട്ടുള്ള കോടിക്കണക്കിന് നിക്ഷേപകരുടെ കണ്ണീരിന് മേലാണ് ഈ വ്യാപാര യുദ്ധം മുന്നോട്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാകുമോ ദീർഘകാലാടിസ്ഥാനത്തിൽ? എൻ്റെ ഒരു ഔട്ട്ലുക്ക് അൾട്ടിമേറ്റ്ലി, ഇപ്പോൾ അത് വലിയ പ്രശ്നം തന്നെയാണ്, പക്ഷേ അൾട്ടിമേറ്റ്ലി പോസിറ്റീവ് തന്നെയാണ്. ഇൻഡോ അമേരിക്കൻ വ്യാപാരം
വലിയ തോതിൽ കുതിച്ചുയരാനുള്ള സാധ്യത കാണുന്നു. ഇപ്പോഴുള്ള ഏതാണ്ട് $129 ബില്യൺ ഉഭയകക്ഷി വ്യാപാരം ഒരു $250 ബില്യൺ എങ്കിലുമാകും ബൈ ദ എൻഡ് ഓഫ് ദി ഡെക്കേഡ് എന്നാണ് പ്രതീക്ഷ. അത് 500 ബില്യൺ ആക്കണം എന്ന ശുഭാപ്തി വിശ്വാസം നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ കഴിഞ്ഞ മാസം കണ്ടപ്പോൾ സൂചിപ്പിച്ചു. പക്ഷേ അത് മറ്റു വിപണികൾ തകർന്നാൽ ഇന്ത്യൻ വിപണി കുതിച്ചു കയറാനുള്ള സാധ്യത അത് മാത്രമാകുന്നു രജതരേഖ. പക്ഷേ അതിന് ഒരുപാട് ഫാക്ടേഴ്സ് അനുകൂലമായി വന്നെങ്കിൽ മാത്രമേ നമ്മൾ ഈ ആഗ്രഹിക്കുന്നത് നടപ്പാകൂ എന്നും ഓർക്കണം.